സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നത്തെ എല്ലാ പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത, ഇന്നലെ രാവിലെ മുതൽ ഓൺലൈൻ മാധ്യമങ്ങളിലും ടെലിവിഷൻ സെറ്റുകളിലുമൊക്കെ നിരന്തരമായി വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വാർത്ത, ട്രംപും നെതന്യാഹുവും ഒന്നുചേർന്ന് വാഷിങ്ടണിൽ നടത്തിയ പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ട്രംപിൻ്റെ പ്രഖ്യാപനമാണ്. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. ദ US വിൽ ടേക്ക് ഓവർ ദ ഗാസ സ്ട്രിപ്പ് ആൻഡ് വി വിൽ ഡു എ ജോബ് വിത്ത് ഇറ്റ് ടു. വി വിൽ ഓൺ ഇറ്റ്. ഗാസ സ്ട്രിപ്പ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവിടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഓൺ ഇറ്റ്. അത് ഞങ്ങളുടേതാണ്, ഞങ്ങളതിൻ്റെ ഉടമസ്ഥരാണ്. വലിയ കോൺസിക്വൻസസ് ഉണ്ടാവുന്ന ഒരു പ്രസ്താവനയാണിത്. ഏകദേശം 400 സ്ക്വയർ കിലോമീറ്ററിൽ താഴെ വരുന്ന ഒരു പ്രദേശം, US പ്രത്യേകമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പ്രദേശം, US പറയുന്നു അത് ഇനി മുതൽ ഞങ്ങളുടേതാണ്, ഞങ്ങളത് ഓൺ ചെയ്യുകയാണ്, ഞങ്ങളതിൻ്റെ ഉടമസ്ഥരാവുകയാണ്. ഏറ്റെടുക്കുകയാണെന്നല്ല പറയുന്നത്, ഞങ്ങളതിൻ്റെ ഉടമസ്ഥരാവുകയാണ്. വി വിൽ ഓൺ ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടത്തേക്ക് പട്ടാളക്കാരെ അയക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ലെറ്റ് മീ റീറ്ററേറ്റ് അഗെയിൻ ഇൻ ഇംഗ്ലീഷ്. Regarding sending troops, as far as Gaza is concerned, we will do what is necessary. If it is necessary, we will do that. ഗാസയെ സംബന്ധിച്ച് എന്താണോ ആവശ്യം അത് ഞങ്ങൾ ചെയ്യും. പട്ടാളക്കാരെ അയക്കുകയാണ് ആവശ്യമെങ്കിൽ US ഫോഴ്സ് അവിടെ പോകും, അതിൻ്റെ ചാർജ് എടുക്കും. വളരെ കൃത്യമായ ഉത്തരങ്ങളാണ്. അത് ചെയ്യുവോ ഇല്ലയോ അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടുള്ള ആൻസർ അല്ല. ഇഫ് ഇറ്റ് ഈസ് നെസസറി വി വിൽ ഡു ദാറ്റ്. ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അതും ചെയ്യും എന്നാണ് ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഗാസയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പിന്നീട് ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, ക്ലിയർ ദി അൺഎക്സ്പ്ലോർഡ് ബോംബ്സ്, റിമൂവ് ദ ഡാമേജ്ഡ് ബിൽഡിങ്സ് ആൻഡ് ഡെവലപ്പ് ദി ഏരിയ ടു പ്രൊവൈഡ് ജോബ് ആൻഡ് ഹൗസിംഗ്. ആ പ്രദേശത്ത് യുദ്ധം നടന്ന സ്ഥലമാണ്. ധാരാളമായിട്ടുള്ള ബോംബ് അവിടെ ഇസ്രായേൽ വർഷിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ സ്റ്റോക്ക് പൈലും ഒരുപക്ഷെ അവിടെ ഉണ്ടാവാം. അപ്പം അത്തരം ബോംബുകൾ ആ പ്രദേശത്തുണ്ടെങ്കിൽ അത് മുഴുവൻ ക്ലിയർ ചെയ്യും. അതിനുശേഷം നശിപ്പിക്കപ്പെട്ട ബിൽഡിങ്സ്, അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്സിൻ്റെ 80%, 23 ലക്ഷം ജനം വസിച്ചിരുന്ന ഭവനങ്ങളിലെ 80-90% ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞു. അപ്പോൾ ആ ഡെബ്രി ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്. അത് അപാരമായ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള, വളരെയധികം പണം ആവശ്യമുള്ളൊരു ജോലിയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. മൂന്നാമത്, അവിടെ വലിയ ഹൗസിംഗ്, ആ ഏരിയ ഡെവലപ്പ് ചെയ്ത് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസും മനുഷ്യവാസവും സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പം ആത്യന്തികമായി അമേരിക്ക എന്താ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരുന്നു പത്രപ്രവർത്തകരുടെ ചോദ്യം. അപ്പം അദ്ദേഹം അതിന് പറഞ്ഞ ഉത്തരം, ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ദ റിവേറ ഓഫ് ദ മിഡിൽ ഈസ്റ്റ്. ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ദ റിവേറ ഓഫ് ദ മിഡിൽ ഈസ്റ്റ്, ഓപ്പൺ ടു ദ പീപ്പിൾ അക്രോസ് ദ വേൾഡ് ഇൻക്ലൂഡിംഗ് ദ പലസ്റ്റീനിയൻസ്. അതായത് അതൊരു ബീച്ച് റിസോർട്ട് പോലെയാക്കും. റിവേറ എന്ന് പറയുമ്പോൾ റിവേറ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് ഒരു ബീച്ച് റിസോർട്ട് പോലെയാക്കും. ഇത് ഏകദേശം ഒരു 35 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ ആവറേജ് വീതിയുമുള്ളൊരു പ്രദേശമാണ് ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് 350 സ്ക്വയർ കിലോമീറ്റർ വരുന്നത്. 35 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ ആവറേജ് ബ്രെഡ്ത്ത്. ഇതാണ് ഇതിനുള്ളതാകെ. ഇതിനകത്താണ് ഈ മനുഷ്യർ മുഴുവൻ വസിക്കുന്നത്. ഇതിൻ്റെ 35 കിലോമീറ്റർ ലെങ്തും ബീച്ച് സൈഡാണ്, മെഡിറ്ററേനിയൻ സീ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലാസിക് ബീച്ച്. അവിടെ ആഴക്കടലല്ല, ആഴം കുറഞ്ഞ കടലാണ് ഈ ബീച്ചിൽ. നമ്മുടെ കോവളമൊക്കെ പോലുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ 35 കിലോമീറ്ററും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, കുളിക്കാനോ അല്ലെങ്കിൽ ഒരു ബീച്ച് എന്ന നിലയ്ക്ക് ഉപയോഗിക്കാനോ പറ്റുന്ന കടലാണുള്ളത്. അപ്പോൾ ഈ കടലിനെ മുഴുവൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള പ്രദേശമാക്കി മാറ്റുകയും ബാക്കി വരുന്ന ഈ 10 കിലോമീറ്റർ ഏരിയ മുഴുവൻ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഭവന നിർമ്മാണം നടത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ലോകത്തിലുള്ള ആർക്കും വരാം, കൂടാതെ പാലസ്തീനുകൾക്കും വരാം. അപ്പോൾ പാലസ്തീനുകൾ, ഇപ്പോഴുള്ള പാലസ്തീനുകൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നത് അവരവിടുന്ന് ഒഴിഞ്ഞു പോകണം. ഇത് നേരത്തെ പറഞ്ഞൊരു സംഗതിയാണ്, പാലസ്തീനുകൾ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. ഇനി നെതന്യാഹു ഈ മീറ്റിങ്ങിൽ, ഈ കമ്പൈൻഡ് ആയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, ആദ്യം ഇദ്ദേഹം പറഞ്ഞത് ഈ ട്രംപിനെ കുറിച്ചാണ്. ദ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് ഇസ്രായേൽ ഹാസ് എവർ ഹാഡ് ഇൻ ദ വൈറ്റ് ഹൗസിൽ ഇതുവരെ ഞങ്ങൾക്കുണ്ടായിരുന്നതിൽ ഏറ്റവും മഹാനായ സുഹൃത്ത്, ഏറ്റവും വലിയ സുഹൃത്ത് എന്നാണ് ഇദ്ദേഹം
ട്രംപിനെ വിശേഷിപ്പിച്ചത്. ഇതുപോലെ ഒരു സുഹൃത്ത് ഇതിനു മുമ്പ് വൈറ്റ് ഹൗസിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ വാണ്ട് ടു ഫിനിഷ് ദ ജോബ് ഇൻ ഗാസ. ഇസ്രായേൽ വാണ്ട് ടു ഫിനിഷ് ദ ജോബ് ഇൻ ഗാസ. ഗാസയിൽ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലി ഇസ്രായേലിനവിടെ ചെയ്തു തീർക്കണം. എന്തായിരുന്നു ജോലി? നമ്പർ 8 പറഞ്ഞു, എലിമിനേറ്റിംഗ് ഹമാസ്. നമ്പർ 1, എലിമിനേറ്റിംഗ് ഹമാസ്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2 ഈസ് സെക്യൂറിംഗ് ദ റിലീസ് ഓഫ് ഹോസ്റ്റേജസ്. ഹോസ്റ്റേജസിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ലക്ഷ്യം മാത്രമാണ്. ദ ഫസ്റ്റ് വൺ ഈസ് എലിമിനേറ്റിംഗ് ഹമാസ്. ആൻഡ് തേർഡ്, ensuring that Gaza no longer poses a threat to Israel. Ensuring that Gaza no longer poses a threat to Israel. ഇസ്രായേലിന് ഇനി ഗാസ ഒരിക്കലും ഒരു ഭീഷണിയായി വരാൻ പാടില്ല. ഇത് ഉറപ്പിക്കണം. നമ്മൾ പല വീഡിയോകളിലും ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ വിൽ എൻഡ് ദ വാർ ബൈ വിന്നിങ് ദ വാർ. ഈ യുദ്ധം ജയിച്ചുകൊണ്ട് മാത്രമേ ഇസ്രായേൽ അവസാനിപ്പിക്കുകയുള്ളൂ. ഇസ്രായേൽ വിക്ടറി വിൽ ബി അമേരിക്കൻ വിക്ടറി ടു. ഇസ്രായേലിൻ്റെ വിജയം എന്നുള്ളത് അമേരിക്കയുടെ കൂടി വിജയമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ ചൊവ്വാഴ്ച നെഗോഷിയേറ്റ് ചെയ്ത വിഷയങ്ങൾ ബുധനാഴ്ചത്തെ പത്രസമ്മേളനത്തിൽ ഇവർ പറഞ്ഞു വെച്ചതാണ്. അപ്പം ഈ ഒരു ദിവസം ഇവർ നെഗോഷിയേറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചത് ഇസ്രായേലും അമേരിക്കയും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് മൂവ് ചെയ്യണം, ഇസ്രായേലിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം അമേരിക്കയുടെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് പരിണമിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇവിടെ പണം മുടക്കുന്നുണ്ട്, വലിയ പണം മുടക്കുന്നു. പണം മുടക്കിയതിന് അവർക്ക് റിട്ടേൺ കിട്ടണം. ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്ന റിട്ടേൺ ആയിരിക്കാം ഈ ഗാസ എന്ന് പറയുന്ന ട്രംപ് വിശേഷിപ്പിച്ച ദർവേറ ഓഫ് ദ മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മനോഹരമായ ഒരു ബീച്ച് റിസോർട്ട്. അത് ഒരുപക്ഷെ അവരുദ്ദേശിച്ച ഒരു റെമ്യൂണറേഷൻ ആയിരിക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഹമാസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എ റെസൈപ്പി ഫോർ ക്രിയേറ്റിംഗ് chaos and tension in the origin. Our people in the Gaza Strip will not allow these plans to pass. അതായത് ഇത് വലിയ കയോസ്, വലിയ കുഴപ്പവും അങ്ങേയറ്റത്തെ ടെൻഷനും ഉണ്ടാക്കുന്ന ഒരു പ്രപ്പോസലാണ്, ഞങ്ങളിതിനെ അംഗീകരിക്കുകയില്ല എന്നാണ് ഹമാസ് പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? നേരത്തെ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഒരിക്കലും ട്രംപ് പറഞ്ഞിരുന്നില്ല. ട്രംപ് പലസ്തീൻ നിവാസികളോട് പാലസ്തീനിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്ന് പറഞ്ഞു തുടങ്ങിയത് എപ്പോഴാണ്? ഈ ട്രൂസ് ട്രംപ് ഇടപെട്ടുണ്ടാക്കിയതാണ്. ഈ ട്രൂസിൻ്റെ ആവശ്യം ഹമാസിനായിരുന്നു. ഏറ്റവും അധികം ആവശ്യം ഹമാസിനായിരുന്നു, പലസ്തീനികൾക്കായിരുന്നു. 61,700 പാലസ്തീനികൾ മരിച്ചുവെന്നാണ് ഇന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഗവൺമെൻറ് കണക്കുകളാണെന്നാണ് അവർ പറയുന്നത്. 61,700 പേർക്ക് മരണം സംഭവിച്ചുവെന്നും 1,25,101 പേര് മാരകമായി മുറിവേറ്റുവെന്നും ഇന്നത്തെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആളുകൾ മരണപ്പെടുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത ഈ യുദ്ധത്തിൽ ഒരു ട്രൂസിൻ്റെ ആവശ്യം ആർക്കായിരുന്നു? നിശ്ചയമായും പാലസ്തീനികൾക്ക്. ഈ ട്രൂസ് കിട്ടുക വഴി പാലസ്തീനികൾ എന്താ ചെയ്തു? ഒറ്റ ദിവസം കൊണ്ട് പാലസ്തീനികളുടെ മുമ്പിൽ കയറി ഹമാസ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചത്തിട്ടില്ല, ഞങ്ങളാ ജയിച്ചത്. ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിൻ്റെ അതിർത്തികൾ ഭേദിച്ച് അകത്ത് കിടന്ന് 1,200-ലധികം ആളുകളെ വധിക്കുകയും ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും യുവതികളെയും തട്ടിക്കൊണ്ടുപോവുകയും ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തികൾക്ക് അവരെ വിധേയരാക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിന് മുൻപിൽ തങ്ങൾ വെറും ചെന്നായ്ക്കളാണെന്ന് തെളിയിച്ച ഹമാസ്, ആ ഹമാസ് വീണ്ടും പാലസ്തീനിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഗാസയുടെ ഭരണം ഏറ്റെടുക്കുന്നു എന്ന് ലോകത്തിൻ്റെ മുൻപിൽ പ്രഖ്യാപിക്കുന്ന പ്രവൃത്തികളാണ് അവരുടെ ഭാഗത്തുണ്ടായത്. നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞു, അവർ ഈ വിജയം ആഘോഷിക്കുമ്പോൾ അവർ കുഴിക്കുന്നത് പാലസ്തീനികൾക്കുള്ള കുഴിയാണ്. ഇവിടെ നെതന്യാഹു പറഞ്ഞത് അവർക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്: eliminating Hamas, securing release of the hostages, ensuring that Gaza no longer poses a threat to Israel. ഈ 3 കാര്യങ്ങൾ കിട്ടാതെ ഇസ്രായേൽ അടങ്ങുകയില്ല. ഇസ്രായേൽ വിൽ എൻഡ് ദ വാർ ബൈ വിന്നിങ് ദ വാർ. ഈ വാറ് ജയിച്ചുകൊണ്ട് മാത്രമേ ഇസ്രായേൽ നിർത്തുകയുള്ളൂ എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അത് അമേരിക്ക അംഗീകരിക്കുന്നു. അമേരിക്കയാണ് ഈ ട്രൂസ് കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഉത്തരവാദിത്വമുണ്ട് ഇവിടുന്ന് ഹമാസ് വീണ്ടും പൊന്തി വരില്ല എന്നുള്ളത്. ഇത് UN നേതൃത്വത്തിൽ ഈ ട്രൂസ് നടക്കുമെന്നും ബന്ദി കൈമാറ്റം നടക്കുമെന്നുമുള്ള അണ്ടർസ്റ്റാൻഡിങ് പൊളിച്ചത് ഹമാസാണ്. ബന്ദികളെ നായ്ക്കളെ പോലെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തി ഷോ ഉണ്ടാക്കി പാലസ്തീൻ്റെ കൊടി പുതപ്പിച്ച് അവരെ കൈമാറ്റം ചെയ്ത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്, അമേരിക്കയെ പ്രകോപിപ്പിച്ചത് ഹമാസാണ്. ഈ ഹമാസ് പാലസ്തീനികളെ വിട്ടു പോവുകയില്ല എന്ന് ഈ ബന്ദികളുടെ ചുറ്റും നിന്ന് ഒച്ചപ്പാടുണ്ടാക്കിയ, ആർപ്പ് വിളിച്ച പാലസ്തീനികൾ
തെളിയിച്ചു. കാരണം ഹമാസ് പാലസ്തീനികളുടെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാവിലോ തേക്കിലോ വരുന്ന ഇത്തൽ കണ്ണിയെ എങ്ങനെ മാറ്റാൻ പറ്റും? ആ കമ്പ് മുറിച്ചു മാറ്റണം. ആ കമ്പ് മുറിച്ചു മാറ്റുക മാത്രമേ നിവൃത്തിയുള്ളൂ. ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് ഈ വെടിനിർത്തലിന് ശേഷം മാത്രമാണ്. കാരണം ട്രംപ് പലതരത്തിലുള്ള വാക്കുകളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിന് ഗ്രീൻലാൻഡ് വേണം, കാനഡ വേണം, ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ അദ്ദേഹം വെച്ചാണ്. പനാമ കനാൽ പിടിച്ചെടുക്കും, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഈ കാര്യങ്ങളുടെ ഇടയിലൊന്നും ഒരിക്കൽ പോലും ഈ ഗാസ സ്ട്രിപ്പ് ഇതുപോലെ റിവേര ആക്കി മാറ്റുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. ഗാസയിലെ വെടിനിർത്തൽ അദ്ദേഹം എൻഫോഴ്സ് ചെയ്യുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അടക്കമുള്ള ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ചെന്നായ്ക്കൾ വീണ്ടും ഇവരുടെ ഇടയിൽ വരികയും ഇവരെ വിട്ടു പോവുകയില്ല, ഇവരുടെ ഇടയിൽ ഒരു ഇത്തിക്കണ്ണി പോലെ ഞങ്ങൾ കടിച്ചു തൂങ്ങും എന്ന് പറയുകയും ചെയ്യുക വഴി ആ മരത്തിൻ്റെ കമ്പ് മുറിച്ചു നീക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഭീകരവാദികൾ തെളിയിക്കുകയാണ് ചെയ്തത്. ആർക്കും മനസ്സിലാകും ഇസ്രായേലിന് ഇവരെ വെച്ചുകൊണ്ട് ഉറങ്ങാനാവില്ല. നാളെയും വേലി ഭേദിച്ച് അവിടെ കിടക്കും. ഇവരുടെ വീട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇത് ഒരു പരിഷ്കൃത സമൂഹം. അതുകൊണ്ടാണ് ലോകത്തിന് എവിടുന്ന് ഒച്ച ഉണ്ടാവുന്നില്ല, ആരും ബഹളം വയ്ക്കുന്നില്ല. ഇതിലാകെ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റും. സൗദി അറേബ്യക്ക് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? കാരണം മുസ്ലിം ലോകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ് സൗദി അറേബ്യ അത് പറയും. അത് പറയുക മാത്രമേ ചെയ്യുള്ളൂ. അവരതിൻ്റെ മുകളിൽ കടിച്ചു തൂങ്ങില്ല. കാരണം സൗദി രാജകുടുംബത്തിൻ്റെ അളക്കാനാവാത്ത സ്വത്തിൻ്റെ 30% മാത്രമേ അവർക്ക് സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അവർക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം അവരൊക്കെ ഒരു ജനാധിപത്യ ഭരണകൂടം തലപ്പത്തിരിക്കുന്ന ആളുകളല്ല, ഒരു രാജകുടുംബത്തിൽ തലപ്പത്തിരിക്കുന്നവരാണ്. പക്ഷെ പറയുമ്പോൾ അവർക്ക് പറയാൻ നിവൃത്തിയില്ല. കാരണം അവരുടെ ജനത്തെ തൃപ്തിപ്പെടുത്തണം. രണ്ടാമത് ഒച്ചയുണ്ടാക്കിയുള്ള എർദോഗനാണ്. എർദോഗനെ സംബന്ധിച്ച് മതമൗലികവാദികളുടെ കെയർ ഓഫിൽ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം അമേരിക്കയുടെ കെയർ ഓഫിൽ ജീവിക്കുന്ന ആളാണ്. അമേരിക്ക കൂട്ടത്തിൽ അദ്ദേഹത്തിന് വിമാനങ്ങളില്ല. അമേരിക്ക പാർട്സ് കൊടുത്തില്ലെങ്കിൽ മൂപ്പരുടെ വിമാനം പറക്കൂല. അതുകൊണ്ട് വർത്താനമൊക്കെ പറയാം, അവരെ കൊണ്ടൊന്നും ആവില്ല. ശക്തിയുള്ളവരാരും പ്രതികരിച്ചിട്ടില്ല. ചൈന പോലും പ്രതികരിച്ചിട്ടില്ല. ചൈന അല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാത്ത ആളുകളാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക് ടെററിസത്തെക്കുറിച്ച് ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ്. അപ്പം ഇസ്ലാമിക് ടെററിസം വഴി സാധാരണ മനുഷ്യർക്ക് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ഗതികേട് ലോകത്തിൻ്റെ മുഴുവൻ വെറുപ്പ് സമ്പാദിച്ചു. എത്രയോ അസൈലം സീക്കേഴ്സിനെ, അഭയാർത്ഥികളെ യൂറോപ്പ് സ്വീകരിച്ചവരുടെ എല്ലാവരുടെയും കൈക്ക് കടിച്ചു. അവരുടെ പെൺകുട്ടികളെ സ്ട്രീറ്റിട്ട് റേപ്പ് ചെയ്തു. അവരുടെ ആളുകളെ വഴിയിലിട്ട് കുത്തിക്കൊന്നു. പൊതുജനത്തിൻ്റെ മീറ്റിങ്ങിനിടയിലേക്ക് ലോറികൾ ഓടിച്ചു കയറ്റി ഭീകരവാദം എന്താണെന്ന് അവരെ കാണിച്ചു കൊടുത്തു. ലോകത്തെ മൊത്തം വെറുപ്പിച്ചു. ആരും സ്വീകരിക്കാനില്ല. ഇസ്ലാമിക ഭീകരവാദം ലോകത്തിൻ്റെ മുൻപിൽ ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യരാണ് ഇസ്ലാമിക തീവ്രവാദികളെന്നും ഇസ്ലാമിസ്റ്റുകളെന്നും പ്രൂവ് ചെയ്യുക വഴി പാലസ്തീനിലെ 23 ലക്ഷം വരുന്ന മനുഷ്യരുടെ ശവക്കുഴിയാണ് തോട്ടിയത്. ബഹളം കൂട്ടാനാവും. അധിക പണവും പവറുമുള്ളവനെ സംസാരത്തിന് ശക്തിയുള്ളൂ. ബാക്കിയുള്ള ഒച്ച ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. ട്രംപ് പറയുന്നത് ന്യായമാണെന്ന് ആർക്കും പറയാനാവില്ല. പക്ഷേ അയാളുടെ അധികാരമുണ്ട്, ശക്തിയുണ്ട്. അയാൾ പറയുന്ന അയാൾക്ക് ചെയ്യാൻ കഴിയും. ഇത്തരം വലിയൊരു പതനത്തിലേക്ക് എത്തിപ്പെട്ടത് തീവ്രവാദം കൊണ്ട് മാത്രമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമില്ല. ഒരു 10-30 വർഷം കൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ ഇസ്ലാമിക തീവ്രവാദികൾ വരച്ചിട്ട ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ചിത്രമുണ്ട്. ലോകം മുഴുവൻ ഭയത്തോടെ നോക്കുന്ന, തങ്ങളുടെ ഒക്കെ എക്സിസ്റ്റൻസിന് ഇത് ഭീഷണിയാണ്. ലോകത്തിൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ തീർന്നുപോയേ മതിയാവൂ എന്നുള്ളൊരു ചിന്ത ലോകത്തിന് മുൻപിൽ വിളമ്പിയിട്ട് സ്വയം കുഴിച്ച കുഴിയിൽ മൂടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്.